നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ നിൽക്കുന്ന ഈ രണ്ടുപേരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റോഡ്മേറ്റ് എന്ന ആപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ഇവരെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ജിയാദും സുജയ്തയും. ഈ രണ്ടുപേരാണ് റോഡ്മേറ്റ് എന്ന ആപ്പിൻ്റെ തലപ്പത്തുള്ളത്. 3 മാസമായെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ആ വീഡിയോ ചെയ്തിട്ടല്ലേ? 3 മാസം മുമ്പ് ആ വീഡിയോ ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോകളിൽ പലതവണ റോഡ്മേറ്റ് പ്രത്യക്ഷപ്പെട്ടു. ഞാനിങ്ങനെ പറഞ്ഞ് എനിക്ക് തന്നെ തഴക്കവും പഴക്കവും വന്നെന്ന് തന്നെ പറയാം. അതായത് റോഡ്മേറ്റ് എന്ന് പറയുന്നത് വാഹന സംബന്ധിയായ കാര്യങ്ങളെല്ലാം കൂടി ഒരു ആപ്പിൽ ഒതുക്കിയിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്ന രീതിയിലാണ് അന്ന് ഇവരുടെ ഒരു വികസന പദ്ധതികളെന്നൊക്കെ നമ്മൾ 3 മാസം മുമ്പ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത് വെച്ചാൽ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട് ആപ്പിൻ്റെ എന്നുകൂടി പറഞ്ഞിരുന്നു. അപ്പോൾ അതൊരു നല്ല വരുമാന മാർഗ്ഗമാണെന്നൊക്കെ നമ്മൾ പലതവണ വീഡിയോ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എവിടം വരെ ഇവിടെ മുന്നോട്ട് പോയി എന്നാണ് എനിക്കിപ്പോൾ ഇന്ന് അറിയേണ്ടത്. കാരണം അന്ന് 3 മാസം മുമ്പ് നമ്മൾ കേട്ടത് ഇവരുടെ പ്ലാനുകളും പദ്ധതികളും ഒക്കെയാണ്. അതിനുശേഷം എത്രത്തോളം മുന്നോട്ട് പോയി കാര്യങ്ങൾ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ ഒരു വരുമാന മാർഗ്ഗമാകും, അത്തരം കാര്യങ്ങൾ ഒന്നുകൂടെ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ കളമശ്ശേരിയിലെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഓഫീസിലാണ്. ഇവിടെ തന്നെയായിരുന്നു നമ്മളന്ന് വന്നത്. ഇവരുടെ ഓഫീസും ഇവിടെ തന്നെയാണ്. 3 മാസം മുമ്പ് വരുമ്പോൾ എനിക്കൊന്ന് 10-20 പേരുള്ള ഒരു കമ്പനിയായിരുന്നു. അല്ല, ഇപ്പോൾ എത്ര പേരായി? ഇപ്പോൾ 86 പേര്. അപ്പോൾ മോശമല്ല. ബൈജു നായർ യൂട്യൂബ് ചാനലിൽ കൂടി പലതവണ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഗുണമൊക്കെ ഉണ്ടായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും അങ്ങനെ പറയാവുള്ളൂ. നല്ല ഏർലി സ്റ്റേജിൽ തീർച്ചയായിട്ടും നമ്മളെ ജേർണിയിൽ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ പോലും ജിയാദ് എന്താണ് റോഡ്മേറ്റ് എന്നൊന്ന് പറയാമോ? ഓക്കെ, ആക്ച്വലി റോഡ്മേറ്റ് എന്നുള്ളത് സിംപ്ലി യുവർ വെഹിക്കിൾ ആപ്പ്. ഒരു വെഹിക്കിൾ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് മുതൽ സെല് ചെയ്യുന്നത് വരെയുള്ള എൻ്റെ പ്രോസസ്സ് നമ്മൾ റോഡ്മേറ്റ് എന്ന് പറഞ്ഞ ആപ്പ് വഴി കസ്റ്റമേഴ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോൾ വാഹനം ഒന്ന് പെയിന്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് വാട്ടർ സർവീസ് ചെയ്യണമെങ്കിൽ എന്ത് കാര്യത്തിനും ഒരു സർവീസ് അതിൽ ആണ് നിയറസ്റ്റ് ആയിട്ടുള്ള. അതായത് നമ്മളിപ്പോൾ നോർമലി പോകുന്ന ഷോപ്പ് തന്നെ ആയിരിക്കും, പക്ഷേ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ആൻഡ് നമ്മൾ കൺവീനിയൻറ്റ് ടൈമിൽ ആപ്പ് ത്രൂ ബുക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അതായിരുന്നു നിങ്ങളുടെ ഒരു വിഷൻ. യെസ്. അപ്പോൾ ഈ 3 മാസം കൊണ്ട് ആക്ച്വലി വിഷൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീനെ ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു നെക്സ്റ്റ് റെവല്യൂഷൻ. റോഡ്മേറ്റ് ആക്ച്വലി ഓട്ടോമൊബൈൽ ഒരു നെക്സ്റ്റ് റെവല്യൂഷൻ ആയിരിക്കും. സോ അതിൻ്റെ ഇനീഷ്യൽ ബേസ് ആണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതിലിപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു പദ്ധതി എവിടം വരെ എത്തിയിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ കാര്യത്തിൽ? നമ്മളിപ്പം ബൈജോട്ടിൻ്റെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞപ്പോഴാണെങ്കിലും അതല്ലെങ്കിൽ ലൈക്ക് ഇപ്പോൾ ഫ്രാഞ്ചൈസി ബൈജോട്ടിൻ്റെ വീഡിയോന് മുമ്പേ തന്നെ നമ്മൾ ഫ്രാഞ്ചൈസി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു 1 മന്ത് മുമ്പേ. അപ്പോൾ നമ്മൾ ആ ഫ്രാഞ്ചൈസി എടുക്കുന്നവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 23-24 ഫിനാൻഷ്യൽ രണ്ടാകുമ്പോഴത്തേക്ക് 400+ പ്രോഡക്റ്റ് നമ്മൾ ഓട്ടോമൊബൈൽ ഗ്യാരേജസിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. സോ താങ്ക്ഫുള്ളി ലൈക്ക് ഇപ്പോൾ നമ്മൾ ഒരു 8 lakhന് മുകളിൽ പ്രോഡക്റ്റ് ഓൺബോർഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ മേജർ ബ്രാൻഡ്സിൻ്റെയും പ്രോഡക്റ്റ് നമ്മൾ ഓൺബോർഡ് ചെയ്തിട്ടുണ്ട്. 8 ലക്ഷം ഓട്ടോ അത് ജസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്പെയർസിലേക്ക് കയറിയിട്ടില്ല. ഇപ്പം ടയർസ്, ബാറ്ററീസ്, ഓയിൽസ് അങ്ങനെയുള്ള പ്രൊഡക്റ്റിലേക്ക് മാത്രമേ കയറിയിട്ടുള്ളൂ. ഇനിയിപ്പം അതിൻ്റെ സ്പെയർസ് അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്, അതിലേക്ക് കയറിയിട്ടില്ല. ആൻഡ് ഇപ്പോൾ ഈ 8 lakh നമ്മൾ ഡയറക്റ്റ്ലി ഓൺബോർഡ് ചെയ്യുന്നില്ല. ഫിൽട്ടർ ചെയ്തിട്ട് ഇപ്പം സർവീസിലൂടെയൊക്കെ ഫിൽട്ടർ ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സിലൊക്കെ കൊടുക്കുന്നത്. ആൻഡ് നമ്മൾ ജാനുവരി ഒരു മിഡോടെ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങി, ഗ്യാരേജസിലേക്ക് കൊടുത്തു തുടങ്ങി. അപ്പോൾ എനിക്കൊരു ചോദ്യം അത് തന്നെയാണ്. ഇപ്പോൾ 8 ലക്ഷം പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ 8 ലക്ഷം തരത്തിലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും, 8 ലക്ഷം സർവീസുകളായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ഒരു ഗുണനിലവാരം എങ്ങനെ നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റും? അതായത് ഓൾറെഡി ഇപ്പോൾ ഗ്യാരേജസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ബോഷോ അതല്ലെങ്കിൽ സെർവോയോ അല്ലെങ്കിൽ MRF ടയേഴ്സോ ലൈക്ക് മാക്കോ ഇനി അത് തന്നെയാണ് നമ്മൾ. ബട്ട് മാനുഫാക്ചേഴ്സ് ഡയറക്റ്റ് എടുത്തിട്ട് ബെസ്റ്റ് പ്രൈസിൽ ഗ്യാരേജസിലേക്ക് കൊടുക്കുന്നത്. സോ അവർക്ക് സിംപ്ലി ലൈക്ക് റോഡ്മേറ്റ് എന്നുള്ളത് ഒരു വെഹിക്കിൾ യൂസേഴ്സിനാണെങ്കിലും അതല്ലെങ്കിൽ ഒരു വെഹിക്കിൾ റിലേറ്റഡ് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിലും അവർ ബിസിനസ്സിനാണെങ്കിലും അല്ലെങ്കിൽ അവർ വെഹിക്കിൾ യൂസേജിനാണ് ബെറ്റർ ആയിരിക്കും. ലൈക്ക് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഫ്രാഞ്ചൈസി എടുക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു മോഡ് ഓഫ് ഒരു ഓപ്പറേഷൻ എന്താണ്? ലൈക്ക് റോഡ്മേറ്റിൻ്റെ ഫ്രാഞ്ചൈസി ആക്ച്വലി ഫോക്കോ മോഡലാണ്. സോ ലൈക്ക് കമ്പനി തന്നെയായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. ആൻഡ് എൻ്റെ ഹൈലൈറ്റഡ് പോയിന്റ് നമ്മളിപ്പം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി ഫീ ഇല്ല, ഡെപ്പോസിറ്റ് ആണ്. അത് റീഫണ്ടബിൾ ആണ്, 100% റീഫണ്ടബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഇതുള്ള റോഡ്മേറ്റ് ഉള്ള സ്ഥലങ്ങളിൽ എടുക്കാൻ പറ്റുമോ ഫ്രാഞ്ചൈസി? അതോ തീരെ ഇല്ലാത്ത സ്ഥലങ്ങളെ പറ്റുള്ളൂ? തീരെ ഇല്ലാത്ത മീൻസ് ഇപ്പം എറണാകുളത്തിന് കേസ് എടുക്കുകയാണെങ്കിൽ എല്ലാ മുനിസിപ്പാലിറ്റിയും ആൻഡ് എറണാകുളം കോർപ്പറേഷൻ എല്ലാം സോൾഡ് ആണ്, പഞ്ചായത്ത് അവൈലബിൾ ഉള്ളൂ. കേരളത്തിലാണെങ്കിൽ തന്നെ കേരളത്തിൽ നമ്മളെല്ലാ ഡിസ്ട്രിക്ട്സും മുനിസിപ്പാലിറ്റീസൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളി സോൾഡ് അല്ല, ബട്ട് ഓൾമോസ്റ്റ് സോൾഡ് ആണ്. പക്ഷേ നമ്മളിപ്പം സൗത്ത് ഇന്ത്യയിലേക്ക് കയറിയിട്ടുണ്ട്. ആൻഡ് നമ്മളിപ്പോൾ ഇൻവൈറ്റ് ചെയ്യുന്നത് അക്രോസ് വേൾഡ്. ഗ്ലോബലി നിങ്ങൾക്ക് ഏത് ഏരിയയിലേക്ക് വേണമെങ്കിലും അത് കമ്പനി തന്നെ ഡയറക്ട്ലി ഓപ്പറേറ്റ് ചെയ്യും. സോ നമ്മളൊരു ഫ്രാഞ്ചൈസി പാർട്ണർ മീൻസ് ജസ്റ്റ് ഡെപ്പോസിറ്റും ആൻഡ് ലൈക്ക് ബാക്കിയുള്ള ചെറിയ ചെറിയ ഏരിയയിൽ സപ്പോർട്ട് മാത്രമേ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരു കമ്പനിയാക്കി മാറ്റുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എവിടം വരെ എത്തി? ഇപ്പം നമ്മൾ ഹൈദരാബാദ് ടു
ലൈക് നമ്മൾ അന്ന് പറഞ്ഞത് ലൈക് ബാംഗ്ലൂരിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകലാണെന്ന്. ബട്ട് ഇപ്പോൾ നമ്മൾ ഹൈദരാബാദ് വരെ എത്തി. സൗത്ത് ഇന്ത്യയിലെ എല്ലാ മേജർ സിറ്റീസും ചെന്നൈ ഒഴികെ ബാക്കി എല്ലാ സിറ്റീസിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഹൈദരാബാദ് ടു കന്യാകുമാരി എന്ന് പറയാം. ഹൈദരാബാദ് ടു കന്യാകുമാരി. കന്യാകുമാരി ഓൾറെഡി സോൾഡ് ആണ്. മധുരൈ, കന്യാകുമാരി, സേലം അങ്ങനെ എല്ലാം സോൾഡ് ആണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്നു. ഞാൻ ദുബായിലുള്ള ആളാണ്. ഞാൻ ഫ്രാഞ്ചൈസി എടുക്കാൻ വേണ്ടി സമീപിക്കുകയാണെങ്കിൽ അവിടെയുള്ള സർവീസ് പ്രൊവൈഡേഴ്സിനെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? നിങ്ങൾ തന്നെ വന്ന് ഐഡന്റിഫൈ ചെയ്ത് കമ്പനിയുടെ തന്നെ ഓൺ സ്റ്റാഫ് ആയിരിക്കും. അവരവിടെ വന്ന് ലൈക്ക് വെർച്വലി അല്ല നമ്മൾ ഷോപ്പ് ലിസ്റ്റ് ചെയ്യുന്നത്. ഡയറക്ട്ലി വിസിറ്റ് ചെയ്ത് ആ ഷോപ്പിന് ആ ക്വാളിറ്റി നമ്മുടെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. ആ ബെഞ്ച് മാർക്ക് മീറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഓൺ ബോർഡ് ചെയ്യും. ശരി. അപ്പോൾ ലോകത്ത് എവിടെയായാലും ലോകത്ത് എവിടെയാണെങ്കിലും കമ്പനി അവിടത്തേക്ക് എക്സ്പാൻഡ് ചെയ്ത് അവിടെ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് ഇതിനകത്തൊരു വെല്ലുവിളി നേരിടുന്നത്? എന്തെങ്കിലും ഒരു പ്രശ്നം, അതായത് നമ്മുടെ നാട്ടിൽ പതിവില്ലാത്തൊരു കാര്യമായതുകൊണ്ട് എന്തെങ്കിലും ഒരു സെറ്റ്ബാക്ക്? പക്ഷേ എനിക്ക് നമ്മൾ 2019 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിന് നമുക്കൊരു ആപ്ലിക്കേഷൻ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കുറച്ചൊരു അക്സെപ്റ്റൻസ് ലൈക്ക് ബട്ട് എന്നാലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആഫ്റ്റർ കോവിഡ് ഇതൊരു പ്രോബ്ലം അല്ല. എല്ലാവരും ഡിജിറ്റലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും കൂടിയിട്ടേ ഉള്ളൂ. എവിടെ നിന്നാണെങ്കിലും ലൈക്ക് കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, ഗാരേജസ് ആയിക്കോട്ടെ, ഓർ മാനുഫാക്ചേഴ്സ്. നമ്മൾ ലൈക്ക് MNC കമ്പനീസ് ഒക്കെ നമ്മൾ ഇത്ര പെട്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അവരുടെ പ്രോഡക്റ്റ് നമുക്ക് തരും. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും ഈസി ആയിരുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് റോഡ്മേറ്റ് ആണെന്ന് മാനുഫാക്ചേഴ്സ് ഇപ്പം ഇങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കും. ആണല്ലേ? സോ അതിന്റെ ആ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, മാർക്കറ്റ് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഈ സർവീസുകൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ അവൈൽ ചെയ്യുന്ന സർവീസ് ഏതാണ്? സോ നമ്മൾ അടക്കാണെങ്കിലും ലൈക്ക് മന്ത്ലി ഒരു 4 വാഷ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ വാഷിംഗ് തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ മെക്കാനിക്കൽ റിലേറ്റഡ് ക്വയറീസ് ആണ്. പിന്നെ എല്ലാവരെയും കൺസേൺ ലൈക്ക് ചിലപ്പോൾ അവരൊക്കെ ഞാനടക്കമുള്ളവരൊക്കെ എക്സ്പീരിയൻസ് ചെയ്താണ് നമ്മൾ വഴിയിലൊക്കെ പെട്ടു വന്നത് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അല്ലെങ്കിൽ റോഡ് സൈഡ് അസിസ്റ്റന്റ്. സോ നമ്മൾ അതിൻ്റെയൊക്കെ ഈസി വേയിൽ കസ്റ്റമേഴ്സിന് ആക്സസ് കൊടുക്കുന്നുണ്ട്. റോഡ്മേറ്റ് ത്രൂ ഏതാണോ വെഹിക്കിൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ഉള്ള സർവീസ് പ്രൊവൈഡേഴ്സ്. അതിൽ റോഡ് സൈഡ് അസിസ്റ്റന്റ് ചെയ്യുന്നവരുണ്ടാവും, മെക്കാനിക്സ് ഉണ്ടാവും, വാട്ടേഴ്സ്. ഓരോ കാറ്റഗറി ആയിട്ടാണ്. ഇപ്പോൾ 50+ കാറ്റഗറീസ് ആണ്. അന്നൊരു 50+ തന്നെയാണ്. സോ അതിന്റെ നമ്പേഴ്സ് കൂടിയെന്നേ ഉള്ളൂ. ഇപ്പോൾ 10,000+ ഗാരേജസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ എനിക്കൊരു മാരുതി വാഹനമാണുള്ളത്. മാരുതിയുടെ സർവീസ് സെന്ററിലാണ് ഞാൻ സർവീസ് ചെയ്യാറുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ കമ്പനിയുടെ സർവീസ് സെന്ററുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ടോ? യെസ് ഓതറൈസ്ഡ് ഡീലേഴ്സ് നമ്മൾ ആപ്പിൽ അവൈലബിൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനകത്ത് ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കാവോ? യെസ് എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് ഉണ്ടാവും. തീർച്ചയായിട്ടും. ആൻഡ് റോഡ്മേറ്റ് തന്നെ എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. അതല്ലാണ്ട് ഗാരേജസ് മീൻസ് XYZ എന്ന് പറഞ്ഞ ഗാരേജ് റോഡ്മേറ്റ് വഴി ഓതറൈസ്ഡ് ഡീലേഴ്സ് ആണെങ്കിലും ഓഫേഴ്സ് നിങ്ങളായിട്ടുള്ള ടൈപ്പിലുള്ള കുറേ ഓഫേഴ്സ് വരും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് കരുതുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് വാഹനം വാഷ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ കൊടുക്കുന്ന 500 രൂപ എന്നിരിക്കട്ടെ. പക്ഷേ റോഡ്മേറ്റ് വഴി നമ്മളത് ആ ഒരു ദിവസം ബുക്ക് ചെയ്തിട്ട് ചെല്ലുകയാണെങ്കിൽ അന്നത്തെ ഒരു ഓഫർ 250 രൂപയ്ക്കായിരിക്കും വാഹനം സർവീസ് ചെയ്ത് കിട്ടുക. അതായത് നിങ്ങൾ നേരിട്ട് ചെല്ലുമ്പോൾ എപ്പോഴും പൈസ കൂടുതലാണെങ്കിൽ ഇത് വളരെ ചെറിയ പൈസയ്ക്ക് ഒരുപക്ഷെ ആ ദിവസം കിട്ടിയേക്കാം. അല്ലെങ്കിൽ ഓഫേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പം ഇനി എന്താണ് അടുത്ത? ഇപ്പോൾ 8 ലക്ഷം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ഓഫേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ഗാരേജിൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബുക്ക് ചെയ്ത് പോകുന്നുണ്ട്. ആ ടൈം കൃത്യമായി നമുക്കത് കിട്ടും. നമ്മുടെ കൺവീനിയൻറ്റ് ടൈമിനനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതുപോലെ നമുക്കിപ്പോൾ വാഹനം ഒന്ന് ഇടിച്ചതിന് ശേഷം കാര്യമായ രീതിയിലൊരു മെയിൻ്റനൻസ് അതിന് വേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഇത് ഡിസ്കൗണ്ട് കണക്കാക്കുന്നത്? ഇപ്പോൾ ഫ്രണ്ട് മുഴുവൻ ടോട്ടൽ ലോസ് അല്ല, ഫ്രണ്ട് മുഴുവൻ നല്ലപോലെ ഇടിച്ച് തകർന്നൊരു വാഹനം അവരൊരു എസ്റ്റിമേറ്റ് പറയുന്നു നമ്മൾ ചെല്ലുമ്പോൾ, അതിൽ നിന്നൊക്കെ ഒരു ഡിസ്കൗണ്ട് കിട്ടുമോ? അതിൽ ലൈക്ക് ലേബർ കോസ്റ്റിന്റെ മുകളിൽ ആദ്യം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇത്ര % ഡിസ്കൗണ്ട് ഉണ്ട്, ഈ ഒരു ഷോപ്പിൽ ഇത്ര % ഡിസ്കൗണ്ട് ഉണ്ട്. ഓർ ലൈക്ക് ഒരുപാട് ഷോപ്പ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ നോക്കിയാൽ തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഷോപ്സ് ഉണ്ടാവും. അപ്പോൾ മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ട് മെക്കാനിക്സ് കാറ്റഗറിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഷോപ്സ് അവർ ഏതൊക്കെ ഓഫേഴ്സ് ഉണ്ട് അതെല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ അക്കോർഡിംഗ്ലി നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി അവരെ വിളിക്കാം ഓർ ലൈക്ക് ബുക്ക് ചെയ്തിട്ട് തന്നെ പോകാൻ വേണ്ടി പറ്റും. എൻക്വയറി എടുത്തിട്ട് പോകാം. അപ്പോൾ ഇതുവരെ നിങ്ങളിൽ വരാത്ത ഗാരേജസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർക്കും ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ സമീപിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ അവരെ സമീപിച്ച് അവർ എന്താ പറയുക നമുക്ക് വിശ്വസിക്കാവുന്ന ആൾക്കാരാണെന്നൊന്ന് വിലയിരുത്തും. നമ്മുടെ കസ്റ്റമേഴ്സിന് ഓഫ് കോഴ്സ് എല്ലാവരും ബിസിനസ് ചെയ്യുന്ന അവർ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമ്മളൊരു ക്വാളിറ്റി ഓഫ് കസ്റ്റമേഴ്സിനൊരു ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നുണ്ട്. സോ ആ ക്വാളിറ്റി മീറ്റ് ചെയ്യുന്ന ഷോപ്പാണ് നമ്മൾ ഓൺ ബോർഡ്. ഫ്രീ ലിസ്റ്റിംഗ് ആണ്, പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്രീ ആയിട്ടാണ് അവർക്ക് ഓൺ ബോർഡിംഗ് വരുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഹൈദരാബാദ് ടു കന്യാകുമാരി എന്ന് പറഞ്ഞല്ലോ. അപ്പം എല്ലായിടത്തും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയേണ്ടത് ലിഫ്റ്റ് ചെയ്യണം, വാഹനം ഒന്ന് ലിഫ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാലൊക്കെ കൃത്യമായും എല്ലായിടത്തും ഉണ്ടാവും. 3 മാസമായിട്ടേ ഉള്ളൂ. 3 മാസം ആയതുകൊണ്ട് തന്നെ ലൈക്ക് എന്തായാലും ഇപ്പം ഹൈദരാബാദ് തന്നെ നമുക്ക് 200+ ഗാരേജസ് ഉള്ളത്. അതേപോലെ ഒരു സിറ്റിയിൽ ഏറ്റവും കുറഞ്ഞത് 100 to 200 എങ്കിലും ആയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഓൺ ബോർഡിങ് പ്രോസസ്സ് നടന്നുകൊണ്ട് നിൽക്കണം. സോ 1 year കൊണ്ട് ആക്ച്വലി റോഡ്മേറ്റ് ഒരു വെഹിക്കിൾ യൂസേഴ്സിന് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓർ ലൈക്ക് ഒരു ഓട്ടോമൊബൈൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു പുതിയൊരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിനെ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ലൈക്ക് ഒരു ടൂളായിരിക്കും റോഡ്മേറ്റ്.
അതുപോലെ ടയേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും പല ഷോപ്പുകളിലും ഞാൻ ശ്രദ്ധിച്ച പല വിലയാണ്. നമ്മളത് ബാർഗെയിൻ ചെയ്താൽ കുറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഒരു ടയർ ഷോപ്പിൽ നിങ്ങളോട് ടൈപ്പുള്ള ടയർ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കിട്ടുന്നതിൽ കൂടുതൽ ഡിസ്കൗണ്ട് ഒക്കെ പ്രതീക്ഷിക്കാം. ബെറ്റർ പ്രൈസിൽ കിട്ടും. കാരണം നമ്മൾ അവർക്ക് ബെറ്റർ പ്രൈസിനാണ് കൊടുക്കുന്നത്. ലൈക്ക് ഇപ്പോൾ ഒരു ഡീലർ കൊടുക്കുന്നതിനെക്കാട്ടി ബെറ്റർ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ സോ അവർ റോഡ് മേറ്റിലേക്ക് അത് എക്സ്ക്ലൂസീവ് ആയിട്ട് ഓഫേഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ B2Bയിലേക്കാണ് പ്രൊഡക്റ്റ് ഓട്ടോമൊബൈൽ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. ഇൻ ലൈക്ക് ഒരു വിത്തിൻ 1-2 monthsനുള്ളിൽ അത് കസ്റ്റമേഴ്സിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഡയറക്റ്റ് മാനുഫാക്ചേഴ്സ് ടു കസ്റ്റമേഴ്സ്. അപ്പം സ്പെയർ പാർട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അത് തീർച്ചയായിട്ടും പോയോ നമ്മുടെ ക്യാമറ നോക്കിയായിരുന്നു എവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ശരിക്കും ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞു വന്നത്. നമ്മൾ ഈ പല തരത്തിലുള്ള ഓട്ടോമൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ദിവസവും നമുക്ക് ഓരോ തരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും. ഈ ആവശ്യങ്ങളെല്ലാം കൂടി ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ കാര്യത്തിൽ. ഇപ്പോൾ 3 മാസം കൊണ്ട് കൈവരിക്കാവുന്ന ഒരു വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. സൗത്ത് ഇന്ത്യ അന്ന് എന്നോട് പറഞ്ഞത് തന്നെയാണ്, തുടക്കത്തിൽ സൗത്ത് ഇന്ത്യ എന്നാണ്. ആ സൗത്ത് ഇന്ത്യക്ക് അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് ഹൈദരാബാദ് സൗത്ത് ഇന്ത്യക്ക് ഇത്തിരി വെളിയിലാണ് അല്ലേ, ഇത്തിരി വെളിയില്ല, എന്നിട്ട് പോലും അവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടികളൊക്കെ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഒന്നാമത് ഫ്രാഞ്ചൈസി കൊടുക്കുന്ന തന്നെ അക്രോസ് ഗ്ലോബ് ഫാസ്റ്റായിട്ട് ഇത് എത്തിക്കണം. ഫാസ്റ്റായിട്ട്, അതായത് സിംപ്ലി ലൈക്ക് നമ്മളെ മിഷൻ എവിടെയൊക്കെ വെഹിക്കിൾ ഉണ്ടോ, എവിടെയൊക്കെ ഗാരേജസ് ഉണ്ടോ, അവിടെയൊക്കെ റോഡ് മേറ്റ് ഉണ്ടോ, ആ ഒരു എയിമിലേക്കാണ് പോകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു ഫാസ്റ്റ് ഗ്രോയിങ് 3 മാസം കൊണ്ട് 86 ടീം അല്ലെങ്കിൽ അക്രോസ് ഇപ്പം സൗത്ത് ഇന്ത്യ എന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മൾ ഈ ടീമിൻ്റെ സ്ട്രെങ്ത് തന്നെയാണ്. നമ്മുടെ ടീം നമ്മളോട് കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നതും അവർ ലൈക്ക് രാവിലെ ഒന്നും രാത്രിയൊന്നും ഇല്ലാണ്ട് നമ്മൾ കൂടെ നിന്ന് തരുന്ന ആ ഒരു എനർജി തന്നെയാണ്. അല്ലാണ്ട് സുജേതും ചെയ്യാതെ മാത്രമല്ല. സോ ബാക്കിലല്ലെങ്കിൽ നമ്മൾ കൂടെ നമ്മൾ ടീം നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത് കണ്ടുകൊണ്ടിരിക്കുക ചിലർക്ക് തോന്നുന്ന ഒരു സംശയം, ഒരു ആപ്പല്ലേ ഇതിനെന്തിന് ഇത്ര ഇൻവെസ്റ്റ്മെൻ്റ് എന്ന്? ആപ്പ് ആക്ച്വലി ലൈക്ക് അത് തോന്നില്ല സാധാരണ കാണുന്നവർക്ക്, എന്താണ് ഇതിൻ്റെ അത് ഇത്ര അധികം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ്? സോറി, എനിക്ക് അതായത് ഒരു ആപ്പ് നമ്മൾക്ക് സാധാരണ മൊബൈൽ നോക്കുമ്പോൾ ഒരു ആപ്പ് ഉണ്ട്, ഈ ആപ്പിന് വേണ്ടി ഇത്ര അധികം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ മാത്രം എന്താണ് ഇതിന്റെ ഒരു ക്യാപ്ചർ ചെയ്യുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. ലൈക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആണെങ്കിലും ലൈക്ക് എവിടെ പോയാലും ലൈക്ക് നമുക്ക് അതിന്റെ ഒരു മാർക്കറ്റ് അത് മാത്രമല്ല, ഒന്നാമത് ആപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഈസി. ഒരു വേണമെങ്കിൽ ഒരാൾക്ക് ബിൽഡ് ചെയ്യാം, പക്ഷെ ഒരാൾ ബിൽഡ് ചെയ്താലും നമ്മളിപ്പോൾ 10+ ടീം ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ ആപ്പ് അല്ല നമ്മളെ ബിസിനസ്. ആപ്പ് ഒരു ടൂള് മാത്രമാണ്. നമ്മൾ ഒരു ഇപ്പം പറഞ്ഞ 8 lakh+ പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് അത് ഗ്യാരേജസിലേക്ക് കൊടുക്കുന്നത്. സോ അതിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതിന് കോസ്റ്റ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ 86 ആൾക്കാർ ഇപ്പോൾ ഒരു 60+ ഹയറിങ്സ് ഓൺഗോയിങ് ആണ് നടന്നുകൊടുക്കുന്നത്. വീഡിയോ കാണുന്ന ആർക്കും വേണമെങ്കിലും തീർച്ചയായിട്ടും ജോലി ഓഫർ ചെയ്യുന്നുണ്ട്. സോ അതും മാൻ പവർ കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് സിംപ്ലി ലൈക്ക് ഒരു നമ്മളിപ്പോൾ സെർവർ കോസ്റ്റ് ആയിട്ട് പോലും AWSലേക്ക് പോകുന്നത് 4 lakhന് മുകളിൽ കോസ്റ്റാണ് മന്ത്ലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ, അപ്പം ജോലി ആവശ്യമുള്ളവർക്ക് തരാൻ തയ്യാറാണ്. എന്ത് പഠിച്ചവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം? BDs ആണെങ്കിലും BDMs ആണെങ്കിലും മേജർലി MBA ബാക്ക്ഗ്രൗണ്ട് ആണ്. പിന്നെ IT-ലേക്ക് നമുക്കിപ്പം ഫ്ലട്ടറിലേക്ക് ഓപ്പണിങ്സ് ഉണ്ട്. ആൻഡ് Node.js ഓപ്പണിങ്സ് ഉണ്ട്. ബാക്ക് എൻഡ് ലൈക്ക് ഡെവലപ്പേഴ്സ് ആണ്. അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ ലൈക്ക് എഞ്ചിനീയേഴ്സ് ഓർ ലൈക്ക് BCA ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അപ്പോൾ നമ്മൾ 2-3 തരത്തിൽ, അതായത് ഒന്ന് ഫ്രാഞ്ചൈസി, മറ്റൊന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ അത് ഓരോന്നിനും എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ട അത്തരം കാര്യങ്ങളെല്ലാം ഞാൻ നമ്പർ കൊടുക്കാം. അതിൽ വിളിച്ച് ചോദിക്കുക, വന്ന് കണ്ട് തന്നെ അല്ലേ തീർച്ചയായിട്ടും. ഈ സ്റ്റാർട്ടപ്പ് മിഷൻ തന്നെ ഒരു കാണാൻ മാത്രമുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ സർക്കാരുകളെ, ഏത് പാർട്ടിയുടെ ആയാലും കേട്ടോ, സർക്കാരുകളൊക്കെ തള്ളി പറയുമ്പോൾ പക്ഷേ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേരളത്തിലുണ്ടെന്നുള്ളൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ വേറെന്താണ് നമുക്കിനി പറയാനുള്ളത്? നമ്മുടെ ഒരു ഫോളോ അപ്പ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾ അച്ചീവ് ചെയ്തു എന്നുള്ളത് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനാണെങ്കിൽ പോലും അത് അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു വീഡിയോ ലൈക്ക് ബൈജോട്ടിന്റെ വീഡിയോ കണ്ടതിന് ശേഷം കുറേ എൻക്വയറീസ് ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇൻട്രസ്റ്റ് ആണെന്നല്ല. അപ്പോൾ സോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത എമൗണ്ട് ഒരു 30% കമ്മിറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 70% കൂടി അച്ചീവ് ചെയ്യുന്നുണ്ട്. സോ അവരെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ആൻഡ് ലൈക്ക് 3 months കൊണ്ട് ഈ 20-ന്ന് 86 ആയതും കേരളത്തിലെ എറണാകുളവും മലപ്പുറവും കണ്ണൂരും ട്രിവാൻഡ്രം ഉണ്ടായത് ഇപ്പം ഹൈദരാബാദിലേക്ക് 3 മാസം കൊണ്ടുള്ള സ്കെയിൽ തന്നെയാണ് നമ്മൾ ഗ്രോത്ത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതോട് ചോദിച്ചേക്കാം, നമ്മളിപ്പോൾ ഈ ഔട്ട് ഓഫ് കേരള വരുന്ന ഇൻവെസ്റ്റേഴ്സ് ആയാലും അതുപോലെ ഈ എന്താണ് ഫ്രാഞ്ചൈസ് എടുക്കാൻ വരുന്നവർക്ക് മലയാളികളാണോ അതോ അവിടുത്തുകാരാണോ? ഇപ്പോൾ ഇതുവരെ എടുത്തതെല്ലാം മലയാളികൾ തന്നെയാണ് എല്ലായിടത്തേക്ക് എടുക്കുന്നത്. ആൻഡ് അതിയാളും കൺസേൺ ലൈക്ക് ഇപ്പോൾ മലപ്പുറത്തുനിന്നോ അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നോ എടുക്കുമ്പോൾ അവിടെ തന്നെ വേണം എന്നുള്ളൊരു തോട്ട്. പക്ഷേ ബിസിനസ് ഓട്ടോമൊബൈൽ എന്നുള്ള ഒരു അല്ലെങ്കിൽ വെഹിക്കിൾസൊക്കെ എല്ലാ മാർക്കറ്റിലും നല്ല, അല്ലെങ്കിൽ ഇപ്പം പൂനെ ആയിക്കോട്ടെ, മുംബൈ ആയിക്കോട്ടെ, ഡൽഹി ആയിക്കോട്ടെ, നല്ല മാർക്കറ്റാണ്. സോ അവിടത്തേക്കൊന്നും അല്ലെങ്കിൽ GCC കൺട്രീസ്, GCCയിലേക്ക് ഓൾറെഡി നമുക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫ്രാഞ്ചൈസി തന്നെ UAE ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കലാണ്. ആൻഡ് അതല്ല ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനിവർ, ഇപ്പോൾ കാലിക്കറ്റ് ഡിസ്ട്രിക്ട് എടുത്തവർ തന്നെയാണ് നമ്മുടെ ഖത്തറിലേക്കൊക്കെ ചോദിച്ചിട്ടുള്ളത്.
ഞാൻ ബൈജുവേട്ടന്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് വന്നതാണ് ഈ കാലിക്കറ്റിലെ ഡെഫിനറ്റ്ലി. ആൻഡ് ആ വീഡിയോ ഇപ്പൊ സ്റ്റിൽ കണ്ടുകൊണ്ട് നമുക്ക് GCCയിലേക്ക് നല്ല എൻക്വയറീസ് വരുന്നു. അതുപോലെ ഇപ്പോഴത്തെ സർവീസ് സെന്റേഴ്സ്, കമ്പനി നേരിട്ടുള്ള സർവീസ് സെന്റേഴ്സ് എല്ലാവരോടും ടൈപ്പായോ? ഇല്ല, നമ്മൾ എല്ലാവരും ലിസ്റ്റ് ചെയ്യുന്നില്ല. ആ ഒരു ക്വാളിറ്റി മീറ്റ് ചെയ്യുന്നവരെയാണ്. ഇപ്പോൾ എറണാകുളത്ത് നമുക്ക് 700 മുകളിൽ ഷോപ്സ് ഉണ്ട് നമ്മളുമായിട്ട് ബിസിനസ്. അത് 2 വീലർ 3 വീലർ 4 വീലർ ആയിട്ട് 700 മുകളിൽ ഗ്യാരേജസ് നമ്മളുമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എല്ലാം കൂടെ ടോട്ടലി നോക്കുകയാണെങ്കിൽ എത്ര പേര് ആപ്പ് ഉപയോഗിക്കുന്നുണ്ടാവും? ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ലാഖിനടുത്ത് കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. iOS-ലും ആൻഡ്രോയിഡിലും ആയിട്ട്. ഇത് നമ്മൾ പലപ്പോഴും ഓരോ ആപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ സ്റ്റക്ക് ആകുന്ന പരിപാടികളും അതുപോലെ പലപ്പോഴും മെയിൻ്റനൻസ് എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ചെയ്യുന്നുണ്ടോ, അഭിമുഖീകരിക്കുന്നുണ്ടോ? ചില ടൈമിൽ ഓഫ് കോഴ്സ്, കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ലൈക്ക് എനി ബാങ്കിൻ്റെ ആണെങ്കിലും സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ടെക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മളെ കേസിൽ ലൈക്ക് ഇപ്പം നമ്മൾ 1 ലാഖ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് അങ്ങനത്തെ ഇഷ്യൂസേ വന്നിട്ടുള്ളൂ. പക്ഷേ ഉണ്ടാകുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ടീം ലൈക്ക് ടെക് ടീം ആണെങ്കിൽ പോലും രാത്രി ആണെങ്കിലും ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് അന്നേരം അവിടെ ഇരുന്നിട്ട് ചെയ്യും. പിന്നെ അപ്ഡേഷൻസ് പോയിട്ട് അത് ലൈവ് ആക്കും. ശരി. അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കിയത് ഈ 3 മാസം കൊണ്ട് നമുക്ക് ഒരു എന്താ പറയുന്നത്, ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടായെന്ന് തന്നെയാണ്. യെസ്, തീർച്ചയായിട്ടും. നമ്മളും ഓഫ് കോഴ്സ് നമ്മൾ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്ലാനിൻ്റെ മുകളിലോട്ട് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി മുകളിലോട്ട് നമുക്ക് മാർക്കറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ലൈക്ക് ഫ്രാഞ്ചൈസി ലെവലിലാണെങ്കിലും ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. സോ ലൈക്ക് ഒരു 6 മന്ത് കൊണ്ട് നമ്മൾ സൗത്ത് ഇന്ത്യ കവർ ചെയ്യണം എന്നതായിരുന്നു നമ്മുടെ ടീമിൻ്റെ എല്ലാം പ്ലാൻ. പക്ഷേ താങ്ക്ഫുള്ളി ലൈക്ക് നമുക്കതൊരു 3 മന്ത് കൊണ്ട് തന്നെ ലൈക്ക് ഇപ്പം സൗത്ത് ഇന്ത്യയിലെ മേജർ സിറ്റീസിലേക്ക് കയറാൻ വേണ്ടി പറ്റി. ആൻഡ് ലൈക്ക് GCCയിലേക്കാണെങ്കിൽ പോലും നമ്മളൊരു 1 ഇയർ കൊണ്ട് GCCയിലേക്ക് പോകാം എന്ന് ഉദ്ദേശിച്ച കാര്യം ഓഫ് കോഴ്സ് നമുക്ക് GCCയിലേക്ക് ഇനി മൂവ് ചെയ്യാം എന്നൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് മാനുഫാക്ചേഴ്സിന് 400 പ്രൊഡക്റ്റ് എക്സ്പെക്ട് ചെയ്തിട്ട് നമുക്കൊരു 8 ലാഖ് എന്നുള്ളത് ഒരു ഡ്രീം പോലെ തന്നെയാണ്. പക്ഷേ അതല്ല, അതിൻ്റെ മുകളിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫിൽട്രേഷനും അല്ലെങ്കിൽ സർവീസിൻ്റെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാത്രം ഓൺ ബോർഡിങ്സിലേക്ക് പോവാം എന്നൊരു ഡിസിഷനിലേക്ക് പോയിട്ടാണ് ഇപ്പോൾ നമ്പേഴ്സ് പിന്നെ കുറഞ്ഞത്. ഈസിയാണ് ലൈക്ക് പ്രൊഡക്റ്റ് ഓൺ ബോർഡിങ്സ് ഒക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. ഇത് എന്താ പറയുന്നത്, ഇതിനൊരു അതിർത്തിയില്ല അല്ലേ? ലോകം മുഴുവൻ എവിടെയൊക്കെ വണ്ടിയുണ്ടോ അവിടെയൊക്കെ എത്താം. വണ്ടിയുള്ളിടത്തെല്ലാം സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ആ പ്രശ്നമില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത്, നിങ്ങൾ ഇനി ഉഗാണ്ട പോയാലും മലയാളിയുണ്ട് അല്ലേ? എവിടെ ചെന്നാലും, പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ കണ്ട യൂറോപ്യൻ രാജ്യങ്ങളിലായാലും ആഫ്രിക്ക പ്രത്യേകിച്ചും മിക്കവാറും ഡീലർഷിപ്പുകളൊക്കെ മലയാളികളുടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അത് ആഫ്രിക്ക പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ തന്നെ പല സുഹൃത്തുക്കളും ആഫ്രിക്കയിലെ പല ഡീലർഷിപ്പുകളെ ഹെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പഴയ റഷ്യയുടെ ഭാഗമായിരുന്ന കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇപ്പോൾ എൻ്റെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന പ്രവീണുണ്ട്. പ്രവീണാണ് ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ പല ബ്രാൻഡുകളുടെ ഒരു വലിയ ഷോറൂമിൻ്റെ ഹെഡ്. അല്ല അങ്ങനെയൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും അങ്ങനെ പലരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മലയാളത്തിലുള്ള വീഡിയോ കണ്ടുപോലും ഈ ലോകത്തുനിന്ന് ഏത് ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി എൻക്വയറി വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. ആൻഡ് ബൈജോട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് ഇങ്ങോട്ടേക്ക് വെച്ചു. ബൈജോട്ടിന് എന്താ റോഡ്മേറ്റിനെ പറ്റി ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യാനും അല്ലെങ്കിൽ ലൈക്ക് ഒരുപാട് ഇങ്ങനെ സ്റ്റാർട്ടപ്സ് ഒക്കെ വന്ന് ചോദിക്കുന്നുണ്ടാവല്ലോ വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റുമോ? സോ നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തു, അതിനുശേഷം റാപ്പിഡ് ഫയർ, കമന്റ് ഓഫ് ദി വീക്ക്, അങ്ങനെ കുറേ ഏരിയാസിലായിട്ട് നമ്മളായിട്ട് ചെയ്തു. ആൻഡ് ഇപ്പോൾ ഒരു ഫോളോ അപ്പ് വീഡിയോ ആക്കും നമ്മൾ വിളിച്ചപ്പോൾ യെസ് വരാം നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ വന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഒരു ടീം, നിങ്ങൾ 2 പേരും അതുപോലെ നിങ്ങളുടെ ടീമും. അതായത് നിങ്ങൾ വളരെ ഈ പറഞ്ഞ വളരെ ചെറുപ്പക്കാരായ ആളുകൾ അവിടെ തോട്ടം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾക്ക് വിചാരിക്കുന്ന അപ്പുറത്തേക്കായിരിക്കും. നിങ്ങളൊരു എന്താ പറയുന്നത്, നിങ്ങളുടെ വളർച്ചയുടെ ഒരു ഗ്രാഫൊക്കെ ആണെങ്കിലും നമ്മൾ സാധാരണ ഒരു പ്രായമുള്ള ഒരാൾ തുടങ്ങുന്നതായിരിക്കില്ല. പിന്നെ നിങ്ങൾക്ക് കുറേ സ്വപ്നങ്ങളുണ്ടാവും. ഈ സ്വപ്നങ്ങളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളൊരു സംശയമില്ല. അതൊന്ന്. 2, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റാണ്. നമ്മളിപ്പോൾ പഴയ പോലെ പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിലൊക്കെ ഈ ഒരു 5900 KLI എന്ന് പറയുന്ന ഒരു ഫിയറ്റ് ഉണ്ടായിരുന്നു പഴയത്. ആ സമയത്തൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്ന പറഞ്ഞൊരു വലിയ സംഭവമാണ്. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ടാണ് പണി തരുന്നതെന്ന് പറയാൻ പറ്റില്ല, എത്രയോ ദിവസം എടുക്കുമെന്നറിയോ. അതിങ്ങനെ ഒരു മേസ്തിരി ഉണ്ടാവും, ഈ മേസ്തിരിയെ സൂചിപ്പിക്കുക, എന്നിട്ട് ഇത് പണി തീരുന്ന അന്ന് മേസ്തിരിക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്താലേ വണ്ടി അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂ. ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പോയിട്ട് ഇപ്പം പൂർണ്ണമായിട്ടും നമുക്ക് ആപ്പിൽ തന്നെ ഒരു വാഹനമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന അപ്പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടി കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത് തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും എൻ്റെ പറഞ്ഞ പോലെ ആദ്യത്തെ ആ ഒരു എന്താ പറയുക, ഇവരെ പറ്റിയുള്ള എനിക്ക് തോന്നിയൊരു തോന്നലുണ്ടല്ലോ, ആ തോന്നലൊട്ടും മോശമല്ലാന്ന് 3 മാസം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും തീർച്ചയായിട്ടും വളരെ കാര്യമായ രീതിയിൽ ഗ്രോത്ത് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇത് തുടങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു ആവേശം കുറയായിരുന്നാൽ മതി. ഇല്ല, ആവേശം ലൈക്ക് നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ നമ്മുടെ ടീമുണ്ട്. നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു. ആൻഡ് ലൈക്ക് ചില ഫ്രാഞ്ചൈസീൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ് നമ്മളത് പേഴ്സണലി കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക്
അഡോപ്റ്റ് ചെയ്ത മക്കൾക്ക് വേണ്ടിയിട്ട്, അതായത് അവർ അഡോപ്റ്റ് ചെയ്ത മക്കൾ അവരെ ഫ്യൂച്ചർ കണ്ടിട്ട് നമ്മൾ ഫ്രാഞ്ചൈസി എടുത്ത. സോ അത് ഭയങ്കര ഒരിക്കലും നമ്മൾ തളർത്തില്ല, കാരണം നമുക്കത് ലിഫ്റ്റ് ചെയ്യും. ലൈക്ക് അവർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അത് ഭയങ്കര ഫീലിങ്സ് ആണ്. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ ഫ്രാഞ്ചൈസിയിൽ എല്ലാവരും സപ്പോർട്ട്, ലൈക്ക് അവര് ലൈക്ക് എനിത്തിങ് അവര് എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടാണ്. എന്ത് വേണമെങ്കിലും അത് ചെയ്യാനും റെഡിയാ. നമ്മളിപ്പം പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലൈക്ക് ആക്ച്വലി അവരൊന്നും ചെയ്യണ്ട, പക്ഷെ അവർ നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു പാക്കിംഗ് അത് വേണമെങ്കിൽ വിളിച്ചാൽ മതി, നമ്മൾ വന്നോളാം. നമ്മൾ മലപ്പുറത്തുള്ളവരാണ്, പക്ഷെ അവർ വന്ന് കൊച്ചിയിലെ ഫ്രാഞ്ചൈസി, എറണാകുളം ഫ്രാഞ്ചൈസിയാണ്. സോ വന്ന് വിളിച്ചാൽ മതി, നമ്മൾ വന്ന് പാക്ക് ചെയ്ത് തരാം. സോ ആ ഒരു സപ്പോർട്ടും ലൈക്ക് നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളത് ഭയങ്കര ഫീലിങ്സ് ആണ്. ഫ്രാഞ്ചൈസി ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടാണ് റോഡ്മേറ്റ് ഫ്രാഞ്ചൈസി ആയിട്ടുള്ളത്. സോ അവര് സ്റ്റിൽ എനിത്തിങ് അവര് ലൈക്ക് വെയിറ്റിംഗ് ആണ്, ലൈക്ക് ഇനി നെക്സ്റ്റ് എന്താണ്, എല്ലാത്തിനും ആ ഒരു സപ്പോർട്ടീവ് ആൾക്കാരാണ്. അതും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു ഉത്സാഹവും പിന്നെ ഇതിൻ്റെ ഒരു ഗ്രോത്തിൻ്റെ ഒരു സാധ്യതയും എല്ലാവർക്കും മനസ്സിലാവും വളരെ പെട്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നാണല്ലേ. തീർച്ചയായിട്ടും. അപ്പം ഈ പറഞ്ഞ പോലെ 2-3 കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പർ ഞാൻ കൊടുക്കുക. ഒന്ന് ഫ്രാഞ്ചൈസിക്ക് വേണ്ടി, ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി, 3 ഈ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പറ്റുമെങ്കിൽ അതിന് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക തീർച്ചയായിട്ടും. അതെ, എല്ലാവരും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾ വലിയ വലിയ പണികൾക്കൊന്നും സമീപിച്ചില്ലെങ്കിൽ പോലും ഈവൻ വാഹനം വാഷ് ചെയ്യുന്ന കാര്യത്തിന് പോലും നിങ്ങൾക്ക് ലാഭം എത്ര കിട്ടുമെന്ന് നോക്കുക. അതെ. അപ്പം നമ്മളിപ്പോൾ ഈ റാപ്പിഡ് ഫെയർ വഴിയൊക്കെ നമ്മൾ ചെയ്ത എല്ലാവർക്കും നമ്മളിങ്ങനെ ഓഫർ തന്നെ കൊടുത്തിരുന്നു. വാഹനം 4 തവണ വാഷ് ചെയ്യാനുള്ള ഒരു സാധ്യത ചാൻസാണ് കൊടുത്തത്. അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു അത്തരം കാര്യങ്ങളിലൊക്കെ. അപ്പോൾ എന്തായാലും റോഡ്മേറ്റ് എന്ന് പറഞ്ഞ ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യാം. എന്താ പറയുക, അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീണ്ടും വളർച്ചയുടെ കഥകൾ വേണ്ട നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും കേട്ടോ. കാരണം നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് 2 പ്രൊഡക്റ്റ് ലൈൻ വരുന്നുണ്ട്. സോ അതെന്താന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂസ് വീഡിയോസിലൂടെ നമുക്ക് പറയാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി, ബൈ.